സമരസപ്പെടാത്ത സന്ധിയില്ലാത്ത പോരാട്ടമായിരുന്നു വി എസിന്റെ ജീവിതം. നീതികേടുകളോടും നീതിനിഷേധങ്ങളോടും അയാൾ പോരാടി. വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടിയും കൂടെ നിന്ന ജനങ്ങൾക്ക് വേണ്ടിയും. വി എസിന്റെ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ അതൊരു വീഡിയോ ശകലത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല, മറിച്ച് ഐതിഹാസികമായ ഏടായിരുന്നു. പൊതുസമൂഹത്തിൽ ഇത്രത്തോളം സ്ഥാനമുറപ്പിച്ച മറ്റൊരു നേതാവില്ല എന്ന് തന്നെ പറയാം. നീട്ടിയും കുറുക്കിയുമുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ഇന്നും ആരാധകർ ഏറെയാണ്. പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീകളുടെ സുരക്ഷ എന്നിവയ്ക്ക് വേണ്ടി കർശന നിലപാടെടുക്കുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തി. 2006 തെരഞ്ഞെടുപ്പിൽ വി എസിനെ മത്സരിപ്പിക്കേണ്ട എന്നാണ് ആദ്യം പാർട്ടി തീരുമാനിച്ചത്. എന്നാൽ ജനകീയ നേതാവില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട എന്ന് കേന്ദ്ര നേതൃത്വം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂരിപക്ഷം നേടിയപ്പോൾ വി എസ് മുഖ്യമന്ത്രിയായി. അവിടെയും വി എസിനുണ്ടായിരുന്ന ജനകീയത തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന് വെല്ലുവിളിയായത്. 2011 വി എസ് മത്സരിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചുവെങ്കിലും പിന്നീട് നിലപാട് മാറ്റി. 2016 മലമ്പുഴയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം നിയമസഭയിലെത്തി. വി എസിന്റെ ജീവിതം വെറുമൊരു രാഷ്ട്രീയ നേതാവിന്റെ ജീവിതമല്ല, മറിച്ച് കേരളത്തിന്റെ സാമൂഹിക ചരിത്രം കൂടിയായിരുന്നു. ആലപ്പുഴ വെന്തലത്തറ വീട്ടിൽ 1923 ഒക്ടോബർ 20 വി എസ് ജനിച്ചത്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഒറ്റപ്പെട്ട വി എസിന് പഠിക്കണമെന്ന മോഹം അതിയായി ഉണ്ടായിരുന്നു. അനാഥത്വത്തിനും ദാരിദ്ര്യത്തിനും ഇടയ്ക്കുള്ള അടങ്ങാത്ത ആഗ്രഹം. എന്നാൽ ജാതി വ്യവസ്ഥ കത്തിയാളി നിന്ന സമൂഹത്തിൽ വി എസിന് പലപ്പോഴും സവർണ മേധാവിത്വത്തിന്റെ തീജ്വാലകളെ നേരിടേണ്ടി വന്നു. സവർണ കുട്ടികൾ ചോവച്ചെറുക്കൻ എന്ന് വിളിച്ചപ്പോൾ വി എസിന്റെ ബെൽറ്റാണ് അവർക്ക് മറുപടി നൽകിയത്. സാമൂഹിക വ്യവസ്ഥിതികളോടുള്ള കലഹത്തിന്റെ തുടക്കമായിരുന്നു അത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതായപ്പോൾ 7-ാം ക്ലാസ്സിൽ മനസ്സില്ലാ മനസ്സോടെ പഠനം അവസാനിപ്പിച്ചു. ചേട്ടന്റെ തയ്യൽ കടയിൽ ജോലിക്ക് കയറി. എന്നാൽ അതും പട്ടിണിക്ക് പരിഹാരമായില്ല. 15-ാം വയസ്സിൽ ആസ്പിൻവാൾ കമ്പനിയിൽ വി എസ് ജോലിക്ക് കയറി. തൊഴിലാളികളുടെ പ്രശ്നങ്ങളും വേദനകളും വി എസ് മനസ്സിലാക്കുന്നത് അവിടെ വെച്ചാണ്. നടുവടിക്കുന്ന ജോലി, കുറഞ്ഞ കൂലി, മോശമായ തൊഴിൽ സാഹചര്യങ്ങൾ. വി എസിന്റെ ഉള്ളിലെ വ്യവസ്ഥിതികളോടുള്ള കലഹപ്രിയനെ ഉണർത്താൻ ഇത് തന്നെ ധാരാളമായിരുന്നു. അവിടെയും അദ്ദേഹം കലഹിച്ചു. കൂലി കൂട്ടിച്ചോദിക്കാൻ തൊഴിലാളികളോട് നിരന്തരം ആവശ്യപ്പെട്ടു. കൃത്യം 1 വർഷം കൊണ്ട് ആ 16-കാരൻ തൊഴിലാളികളുടെ കണ്ണിലുണ്ണിയായി, നേതാവായി, ആശ്രയമായി. മറുവശത്ത് മുതലാളിമാരുടെ കണ്ണിലെ കരടായി, ശത്രുവായി. 17-ാം വയസ്സിൽ വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാകുന്നു. സംഭവ ബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിന്റെ സ്ഫോടനാത്മകമായ തുടക്കം അവിടെയാണ്. പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് ചുമ്മാതങ്ങ് ഓടിക്കയറിയ നേതാവായിരുന്നില്ല അദ്ദേഹം. തൊഴിലാളിയായി, പ്രവർത്തകനായി, നേതാവായി, ഒടുവിൽ പാർട്ടിയുടെ എല്ലാമായ ജനങ്ങളുടെ സ്വന്തം സഖാവ്. അച്യുതാനന്ദനിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയായിരുന്നു. ഏതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വപ്നം കാണുന്ന തുടക്കം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനായി അച്യുതാനന്ദനെ അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിട്ടു. ദുരിത ജീവിതം മാത്രം അറിയാവുന്ന തൊഴിലാളികൾക്ക് വി എസ് എന്ന വാക്ക് പ്രതീക്ഷയായിരുന്നു. ഒരിക്കലും ശരിയാകില്ല എന്ന് വിശ്വസിച്ച ജീവിതങ്ങളെ ഉടച്ചു വാർക്കാൻ ജനിച്ച യുഗപുരുഷൻ. തൊഴിലാളികളുടെ നിശ്ചയദാർഢ്യമായി, കരുത്തായി, പ്രതീക്ഷയായി വി എസ് എന്ന നേതാവ് വളർന്നു. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങി വി എസും സഖാക്കളും പ്രവർത്തിച്ചു. ചൂഷണങ്ങൾ ചോദ്യം ചെയ്തു. പതിറ്റാണ്ടുകളായി ജന്മിമാർക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിന്നിരുന്ന തൊഴിലാളികൾ കൂലി കൂട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് കൈകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. വി എസ് ഉയർത്തിയ ഇൻഖിലാബിന്റെ അലയൊലികൾ കുട്ടനാടിന്റെ വയലേലകളിൽ ഇടിമുഴക്കമായി. അച്യുതാനന്ദനെ വെട്ടിനുറുക്കി കൊല്ലാനായിരുന്നു ജന്മിമാരുടെ ഉത്തരവ്. അദ്ദേഹത്തെ ഭൂമുഖത്ത് നിന്ന് മായ്ച്ചു കളയാൻ മർദ്ദന പരമ്പരകൾ തന്നെ നടന്നു. ചെറുത്തുനിൽപ്പുകളും പ്രതിഷേധങ്ങളും പിന്നീട് ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിലേക്ക് വഴിയൊരുക്കി. സമരത്തിൽ പങ്കെടുക്കവെയാണ് വി എസിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത്. തുടർന്ന് അദ്ദേഹം പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി. എന്നാൽ വി എസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തു. 2 കാലുകളും ലോക്കപ്പിന്റെ അഴികളിലൂടെ പുറത്തെടുത്തു. 2 കാലിലും ലാത്തി വെച്ച് കെട്ടിമർദ്ദിച്ചു. EMS ഉം കെ വി പത്രോസും എവിടെ എന്നതായിരുന്നു ചോദ്യം. എന്നാൽ മറുപടി ആർക്കും കൂസാത്ത മൗനമായിരുന്നു. അവസാനം തോക്കിന്റെ ബയണറ്റ് ഉള്ളങ്കാലിലേക്ക് ആഞ്ഞുകുത്തി.
പാദം തുളഞ്ഞ് അത് അപ്പുറത്തിറങ്ങി. മരിച്ചെന്ന് കരുതി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിടത്ത് നിന്ന് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. VSനെ കൈവച്ച യജമാനന്മാർ പലരും പിന്നീട് അതേ കൈകൾ കൊണ്ട് തന്നെ സല്യൂട്ടും ചെയ്തു. 1957 ആദ്യ സർക്കാർ വന്നതോടെ അച്യുതാനന്ദൻ സംസ്ഥാന നേതൃനിരയിലെ എല്ലാമായി. 1964 പാർട്ടി പിളർപ്പ്, നയവ്യതിയാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, വെട്ടിപ്പിടിക്കലുകൾ, വെട്ടിനിരത്തലുകൾ, കടുത്ത വിഭാഗീയ പോരാട്ടങ്ങൾ, പാരാരിക്കുളം തോൽവി, അങ്ങനെ കേരള രാഷ്ട്രീയം ആ മനുഷ്യൻ തനിക്കൊപ്പമാക്കി. സംഘടനാ രംഗത്ത് പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും അച്യുതാനന്ദന്റെ പാർലമെന്ററി ജീവിതം പല അശുഭമായ സംഭവങ്ങളെ നേരിട്ടു. 1965 സ്വന്തം വീടുൾപ്പെടുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിച്ചപ്പോൾ തോൽവിയായിരുന്നു ഫലം. കോൺഗ്രസിലെ KS കൃഷ്ണകുറുപ്പിനോട് 2327 വോട്ടുകൾക്കായിരുന്നു തോൽവി. എന്നാൽ 1967 കോൺഗ്രസിലെ തന്നെ അച്യുതനെ 9515 വോട്ടുകൾക്ക് തോൽപ്പിച്ച് ആദ്യമായി നിയമസഭാംഗമായി. 1970 RSPയിലെ KK കുമാരപിള്ളയെയാണ് VS തോൽപ്പിച്ചത്. എന്നാൽ 77 കുമാരപിള്ളയോട് 5585 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ഈ പരാജയത്തിന് ശേഷം കുറെ കാലം പാർട്ടി ഭാരവാഹിത്വത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞു. 1966 കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളെ അപ്പാടെ അമ്പരപ്പിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച കോട്ടയായി കരുതപ്പെട്ടിരുന്ന മാരാരിക്കുളത്ത് അച്യുതാനന്ദൻ വീണ്ടും തോൽവി അറിഞ്ഞു. അച്യുതാനന്ദന്റെ തോൽവിക്ക് പിറകിൽ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗമായിരുന്നു എന്ന് പിന്നീട് നടന്ന പാർട്ടിതല അന്വേഷണത്തിൽ തെളിഞ്ഞു. എന്നാൽ ഈ പരാജയം പക്ഷേ പാർട്ടിയിൽ അച്യുതാനന്ദനെ ശക്തനാക്കി. 2001 മുതൽ VS ആലപ്പുഴ ജില്ല വിട്ട് പാർട്ടിയുടെ ഉറച്ച സീറ്റായ മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടിയത്. മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിൽ VSന് പലപ്പോഴും തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. 1967 2006 ഒഴികെ അദ്ദേഹം ജയിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടി അധികാരത്തിന് പുറത്തായിരുന്നു. 67 കന്നിക്കാരനായിരുന്നതിനാൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടില്ല. 96 CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അനൌദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും മാരാരിക്കുളത്തെ തോൽവിയോടെ അത് നടക്കാതെ പോയി. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെട്ടിരുന്നുവെങ്കിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ CPM മത്സര രംഗത്ത് ഇറക്കുകയായിരുന്നു. ഒടുവിൽ വൻഭൂരിപക്ഷത്തിൽ പാർട്ടി ജയിച്ചപ്പോൾ മുഖ്യമന്ത്രിയുമായി. മുഖ്യമന്ത്രിയായ VS അഴിമതിക്കാരെയും കയ്യേറ്റക്കാരെയും ക്രിമിനലുകളെയും നിർഭയം അമർച്ച ചെയ്തു. ഉദ്യോഗസ്ഥ ദുർഭരണം, കൈക്കൂലി, കയ്യേറ്റം എന്നിവ അവസാനിപ്പിച്ചു. തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പാർട്ടി തീരുമാനങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുക, ശാസനകളും അച്ചടക്ക നടപടികളും വരുമ്പോൾ ഏറ്റുവാങ്ങുക, ഇതായിരുന്നു VSന്റെ സ്ഥിരം ശൈലി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ VS സ്വീകരിച്ച പരസ്യ നിലപാടുകൾ അദ്ദേഹത്തെ പാർട്ടിയിൽ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി. എന്നാൽ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസ്യത കൂടാൻ ഇത് കാരണമായി. പലതവണ പാർട്ടി ശാസനയ്ക്ക് വിധേയനായിട്ടും സ്വന്തം നിലപാടുകളിൽ അദ്ദേഹം മാറ്റം വരുത്തിയില്ല. VSനെ മാറ്റിയെടുക്കാൻ പാർട്ടിക്കും കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ പോലെയായിരുന്നു ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ സ്ഥാനവും. നേരത്തെ പറഞ്ഞതുപോലെ VS എന്ന രണ്ടക്ഷരം ലക്ഷോപലക്ഷങ്ങൾക്ക് പ്രതീക്ഷയും ആശ്രയവുമായിരുന്നു. ആ വിപ്ലവ ജീവിതത്തിന്റെ ഓർമ്മകളിൽ നിൽക്കുമ്പോൾ ഇന്നും VSനെ നെഞ്ചേറ്റിയവരുടെ മനസ്സിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്: കണ്ണേ കരളെ VS. ഇങ്ങനെയൊരു മുദ്രാവാക്യം മറ്റേത് നേതാവിനാണ് കിട്ടിയിട്ടുള്ളത്? മറ്റാർക്കുമില്ല. അത് VSന് മാത്രം സ്വന്തമാണ്.